ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു 8 നോയമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ ഞാനൊരു ഇടുക്കിക്കാരിയാണ്, രാജകുമാരിക്കാരിയാണ്. രാജകുമാരി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ. എൻ്റെ മാതാവ് എൻ്റെ അമ്മയാണ് എല്ലാം കേട്ടോ, എൻ്റെ മാതാവും. അപ്പം ഞാൻ മാതാവിനെ സ്വന്തമായിട്ടും എടുത്തേക്കും കേട്ടോ. എനിക്ക് ആ ഒരു സ്ഥലത്ത് ആ രാജകുമാരിയിൽ ആ പള്ളിയുടെ മുറ്റത്ത് പോയി നിന്നാൽ കിട്ടുന്ന ഒരു പ്രത്യേക സുഖം എനിക്ക് വേറെ ഒരിടത്തും കിട്ടിയല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ പറയുക, കാഞ്ഞിരപ്പള്ളി മുത്തിയല്ലല്ലോ, അക്കരയമ്മയുടെ മുത്തി, സോറി മുത്തിയല്ല, അക്കരയമ്മയുടെ എല്ലാവരും ഭയങ്കര ഇതാട്ടോ, ഭയങ്കര വിശ്വാസിയാണ്. പക്ഷെ നമുക്ക് ഓരോ വിശ്വാസം ഉണ്ടല്ലോ. നമ്മൾ വിളി കേൾക്കുന്ന സ്ഥലത്തെ ഒരാളാണല്ലോ രാജകുമാരി അമ്മ. ഞാൻ ഉണ്ടായപ്പോൾ തൊട്ട് അവിടെ തൊട്ട് കണ്ട് എന്താ പറയുക ശീലിച്ചതാണ് എൻ്റെ അമ്മേനെ. എൻ്റെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ രാജകുമാരി അമ്മേനെ കണ്ട് ശീലിച്ചതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഒന്ന് പോകണമെന്നൊക്കെ. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഈ വർഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ തണുത്ത കാറ്റും ആ പ്രദക്ഷിണം ഇറങ്ങുമ്പോഴുള്ള വൈബും ഒക്കെ ഒന്ന് പറഞ്ഞറിയിക്കാൻ നമ്മുടെ മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു സുഖമാണ് കേട്ടോ. പക്ഷെ എനിക്കത് ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കുറച്ച് ഓർമ്മകളാണ് കേട്ടോ. ഓർമ്മകളെന്ന് പറഞ്ഞാൽ രാജകുമാരി പള്ളിയിലത്തെ പെരുന്നാളെന്ന് പറഞ്ഞാൽ വെച്ചൂണിക്കാരുടെ കളിയാണ്, മൊത്തം വെച്ചൂണിക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം വാളയും മാലയും മേടിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പെരുന്നാൾ കൂടാനുള്ള പൈസ നമുക്ക് കുറച്ചൊക്കെ തരും കേട്ടോ. അപ്പോൾ അച്ഛയമ്മയൊക്കെ പെരുന്നാൾ കൂടിക്കൊള്ളാനൊക്കെ പറഞ്ഞ് തരുവേ. അപ്പം അത് നമ്മുടെ ആവശ്യത്തിന് ഉള്ള പൈസകളാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ ഐസ്ക്രീം തിന്നുക എന്നുള്ളൊരു ഉദ്ദേശമാണ് കേട്ടോ. പ്രാർത്ഥനയൊക്കെ ഒരു വഴിക്ക് നടക്കും, പക്ഷേ ഐസ്ക്രീം എന്തെങ്കിലും കാണിച്ച് തിന്നുക. കാരണം കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. പിന്നെന്താ, ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തില്ലാതെ വരും കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുർബാനയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ ഇറങ്ങി പോകും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വയറ് നിറച്ച് പോയി ഐസ്ക്രീം കഴിക്കും കേട്ടോ. ഞാനും എൻ്റെ ഒരു അനിയത്തിയാണ് പോകുന്നത്. ഞാനും ഗ്ലാരിസ് എന്നാണ് എൻ്റെ അനിയത്തിയുടെ പേര്. അവളും കൂടി ഇറങ്ങിപ്പോയി വയറ് നിറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് പെറുക്കി ഞങ്ങൾ പയ്യെ കയറി വരും കേട്ടോ. കയറി വന്നു കഴിഞ്ഞ് ഞങ്ങൾ കുർബാനയെല്ലാം കഴിഞ്ഞ് പരിപാടികളെല്ലാം തീരും കേട്ടോ. അവിടുത്തെ എല്ലാ പരിപാടിയും തീർന്ന് എന്താ പറയുക, അവിടുത്തെ ആൾക്കാർ മൊത്തം പോയി വെച്ചുണിക്കാർ കടയഴിക്കുന്നവരെ ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ കൂടെ നടക്കും കേട്ടോ. ഓരോ സാധനങ്ങൾ മേടിച്ചും പെറുക്കിയും ഇങ്ങനെ നടക്കും കേട്ടോ. വീട്ടുകാരെല്ലാം ഞങ്ങൾ ഇട്ടിട്ട് പോകും കേട്ടോ. എന്നാലും ഞങ്ങൾ പിന്നെയും അവിടെ വട്ടം ചുറ്റി നിൽക്കും കേട്ടോ. പെരുന്നാളിന് അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് ശീലമായി പോയി. ആ ഒരു സെപ്റ്റംബർ 8 ആ ഒരു ദിവസം നമ്മൾ ആ ഒരു ഇതിന് വേണ്ടി മാത്രം, ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആട്ടോ. ആ രാജകുമാരി ആ പ്രദേശത്തുള്ള എല്ലാവരും അതെ കേട്ടോ. ആ പരിസര പ്രദേശങ്ങൾ മൊത്തം ആ ഒരു ദിവസത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. ആ സെപ്റ്റംബർ 8 എന്ന് വെച്ചാൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഈ നാട്ടിൽ ക്രിസ്ത്യൻസിൻ്റെ ഫുൾ ക്രിസ്ത്യൻസ് ഏരിയയാണ് ഈ പ്രദേശം കേട്ടോ. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളോടൊന്നും വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഞാൻ മതം വിഷം കുത്തി വെക്കുമല്ലോ കേട്ടോ. എനിക്കതിനോട് ഒരു താല്പര്യമില്ല. അല്ല, നമ്മൾ മറ്റുള്ള ഒരു മതേതരത്വം എന്നൊക്കെ പറയുകയല്ലേ, അങ്ങനത്തെ ഒന്നുമില്ല. അവരങ്ങനെ വേറൊരു ഹിന്ദുസിനെയോ അല്ലെങ്കിൽ മുസ്ലിംസിനെയോ അവരൊന്നും അംഗീകരിക്കുന്ന ഒരു ആൾക്കാരല്ല ഇവിടുത്തെ ക്രിസ്ത്യൻസ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലുള്ള കേട്ടോ. പക്ഷെ ഞങ്ങളുടെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജാതിമത ഭേദമന്യേ കേട്ടോ ഞങ്ങളുടെ രാജകുമാരി പള്ളി പെരുന്നാളിന് വരുന്നത്. അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻസ് അങ്ങ് മാറി അങ്ങോട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാർ, നമ്മൾ മനുഷ്യന്മാരാണ് അവിടെ. ഞാൻ അങ്ങനെയാണ് പറയുന്നുള്ളൂ, എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. നമ്മൾ മനുഷ്യന്മാരാട്ടോ അവിടെ എല്ലാവരും വരുന്നത്. ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. നാനാ സ്ഥലത്തു നിന്ന് ആൾക്കാർ ഒരുപാട് പേര് വന്ന് നമ്മുടെ രാജകുമാരി പള്ളിയിൽ പെരുന്നാൾ നല്ല ആഘോഷപൂർവ്വം കൂടും കേട്ടോ. വളരെ ഭക്തിയായിട്ട്, അത്രയ്ക്ക് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം. നമ്മളെല്ലാ ആൾക്കാരും ആരും ആരെയും മാറ്റി നിർത്താതെ ഞങ്ങൾ കൊണ്ടാടുന്ന ഒരു പെരുന്നാളാണ് ഞങ്ങളുടെ രാജകുമാരി പള്ളിയിലെ പെരുന്നാൾ കേട്ടോ. അതെനിക്ക് ഭയങ്കര, ഏത് സ്ഥലത്തും അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്ന സംഭവം കേട്ടോ. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരവരുടെ കാര്യമുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ ഈ മൂന്നിലവ് ഭാഗങ്ങളൊക്കെ കേട്ടോ. ഈരാറ്റുപേട്ടയാണ് ആ ഒരു ഭാഗങ്ങളിലൊക്കെ അവനവൻ്റെ കാര്യം, അവനവൻ്റെ പള്ളി, അവനവൻ്റെ സ്ഥലം, എല്ലാവർക്കും അവനവൻ്റെ കേസാണ് കേട്ടോ. നമ്മുടെ ആ ഒരു സ്ഥലത്തിൻ്റെ ആ വൈബ് ഒരിടത്തും കിട്ടുകയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ആൾക്കാരാണ്, അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. അപ്പം എല്ലാവർക്കും പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. പിന്നെ രാജകുമാരി പള്ളി പോകാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പോവുക കേട്ടോ. ആരെന്ത് പ്രാർത്ഥിച്ചാലും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നടന്നിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.